കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. ബൈബിൾ പഠിക്കുക എന്നത് അത്ര ഈസിയായ കാര്യമല്ല. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കപ്പെടാൻ കഴിവുള്ളവയാണ് ബൈബിളിലെ ഓരോ വാക്കുകളും. നീണ്ട 1 വർഷക്കാലമായി നമ്മൾ ബൈബിൾ പഠിക്കുകയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, അതിലധിഷ്ഠിതമായി ജീവിക്കാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35 പറയുന്നത് പോലെ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. നിങ്ങൾ ഈ പഠിച്ച വചനങ്ങൾ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ. ഏതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആശ്രിതനായി മാറട്ടെ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചിരിക്കുന്നു. ആ വചനത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. നമ്മളിപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് എന്ന പ്രോഗ്രാമിൻ്റെ സെമി ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ 3 ടീമുകൾ നമുക്ക് വേണ്ടി റെഡിയായിട്ടുണ്ട്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലെ സെമി ഫൈനലിലെ അവസാന എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സെമി ഫൈനൽസിലെ 3 ടീമുകൾ, ഇതിൽ നിന്നും വിജയിക്കുന്ന 2 ടീമുകൾ മാത്രമാണ് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഈ വേദിയിലേക്ക് ഉണ്ടാവുക. ഇന്ന് നമുക്ക് ഇവിടെയുള്ള 3 ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടീം ഗബ്രിയേൽ. ആലിസ് ഇബ്രാഹിം വെള്ളാരംകുന്നേൽ, സേക്രട്ട് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവാമ്പാടി. ലിസി ജോസഫ് ചേന്നംകുളത്ത്, സേക്രട്ട് ഹാർട്ട് ഫൊറോന ചർച്ച് തിരുവാമ്പാടി. തിരുവമ്പാടി ഇടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമ്മുടെ സെമി ഫൈനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം മിഖായേൽ. ഷൈല വർഗീസ്, സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൂടരഞ്ഞി. ജീജ ജോസഫ്, സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കൂടരഞ്ഞി. കൂടരഞ്ഞി ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ആൻസി വർഗീസ്, സെന്റ് മേരീസ് ചർച്ച് കണ്ണോത്ത്. മേരി ബേബി, സെന്റ് മേരീസ് ചർച്ച് കണ്ണോത്ത്. കണ്ണോത്ത് ഇടവകയിൽ നിന്നുള്ള ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് ചോദ്യങ്ങളുമായി വരുന്ന നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. എത്രയും സ്നേഹത്തോടുകൂടി അജി അച്ഛനെ നമ്മുടെ സെമി ഫൈനലിലെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ സെമി ഫൈനൽ റൗണ്ടിലെ 2ാം എപ്പിസോഡാണ് ഇപ്പോൾ നടക്കുന്നത്. 60 ടീമുകളിൽ നിന്ന് 6 ടീമുകളിലേക്ക്, 6 ടീമുകളിൽ നിന്ന് 4 ടീമുകളിലേക്കുള്ള യാത്രയാണ്. വലിയ ആവേശത്തോടു കൂടി വിജയശ്രീ ലാളിതരായി 3 ടീമുകൾ, ടീം ഗബ്രിയേൽ, ടീം മിഖായേൽ, ടീം റാഫേൽ, 3 പേരും ഫൈനൽ മത്സരത്തിലേക്കുള്ള ടിക്കറ്റുകൾ തേടിയാണ് വന്നിരിക്കുന്നത്. 3 പേർക്കും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ടീമിന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഈ മത്സരത്തിൻ്റെ പ്രത്യേകതയാണ്. 2 ടീമുകൾ മാത്രമാണ് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക. സെമി ഫൈനൽ മത്സരത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ശ്രദ്ധിക്കുക,
ഒരു റൗണ്ട് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. റൈറ്റിംഗ് റൗണ്ട്. ആദ്യ റൗണ്ട് റൈറ്റിംഗ് റൗണ്ട്. ഈ റൗണ്ടിൽ 3 ടീമിനോടും 3 ചോദ്യങ്ങൾ. നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേപ്പറിൽ രേഖപ്പെടുത്തുക. 3 ചോദ്യങ്ങളുടെയും ഉത്തരം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കവറിൽ നിങ്ങളുടെ ഉത്തരക്കടലാസ് മടക്കി ജോസ്മിയെ ഏൽപ്പിക്കുക. ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ നിങ്ങൾക്കത് കരുതാവുന്നതാണ്. ഈ സ്കോർ പ്രഖ്യാപിക്കുക ഈ ക്വിസ് മത്സരത്തിന്റെ ഏറ്റവും അവസാന റൗണ്ടായ മെഗാ ബോണസ് റൗണ്ടിന് ശേഷം മാത്രമായിരിക്കും. ആദ്യ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 3 ടീമുകളും തയ്യാറാവുക. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതുന്നതിനുള്ള സമയം 1/2 മിനിറ്റ് ആയിരിക്കും. 1/2 മിനിറ്റിന് ശേഷം ഒരു കാരണവശാലും ഉത്തരങ്ങൾ എഴുതാൻ പാടുള്ളതല്ല. ഒന്നാമത്തെ ചോദ്യം. 3 ടീമുകളും ശ്രദ്ധിക്കുക. പാറമേൽ അടിസ്ഥാനമുറപ്പിച്ച ഭവനത്തെക്കുറിച്ചുള്ള ഉപമ ഏതൊക്കെ സുവിശേഷങ്ങളിൽ ഉണ്ട്? പാറമേൽ അടിസ്ഥാനമുറപ്പിച്ച ഭവനത്തെക്കുറിച്ചുള്ള ഉപമ ഏതൊക്കെ സുവിശേഷങ്ങളിലുണ്ട്? സമയം കഴിഞ്ഞിരിക്കുന്നു. പേനകൾ താഴെ വയ്ക്കുക. രണ്ടാം ചോദ്യം. വെളിപാട് 19:13. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം എന്ത്? എഴുതുക. മൂന്ന് പേരും എഴുതി കഴിഞ്ഞെങ്കിൽ പേന താഴെ വെക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ സാവൂളിൻ്റെയും ബർന്നബാസിൻ്റെയും മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ ആദ്യം പോയ സ്ഥലം. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ ആദ്യം പോയ സ്ഥലം. അവിടെ നിന്ന് പിന്നെ പല സ്ഥലത്തേക്കും അവർ പോകുന്നുണ്ട്. നിങ്ങൾ എഴുതേണ്ടത് ആദ്യം പോയ സ്ഥലമാണ്. അത് മാത്രം. എട്ട് സെക്കൻഡുകൾ മാത്രം. യെസ്, സമയം പൂർണ്ണമാകുന്നു. നിങ്ങൾ രേഖപ്പെടുത്തിയ ഉത്തര ഷീറ്റുകൾ, ഉത്തരക്കടലാസുകൾ, നിങ്ങളുടെ ഇടവകയുടെ പേരും നിങ്ങളുടെ ടീമിന്റെ പേരും അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കവറിലിട്ട് ജോസ്മി ഏൽപ്പിക്കേണ്ടതാണ്. ദയവായി ആൻസർ ഷീറ്റുകൾ കളക്ട് ചെയ്യും. മൂന്ന് ടീമും ശരിയായ ഉത്തരങ്ങളാണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് കരുതാം. ഇതിന്റെ സ്കോർ ഏറ്റവും അവസാനം മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. അടുത്ത റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുന്നു. വചനം തിരുവചനം റൗണ്ട്. വചനം തിരുവചനം റൗണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം. ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ, 30 മാർക്കിന്റെ ചോദ്യങ്ങൾ, 30 സെക്കൻഡുകൾക്കുള്ളിൽ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ. ടീമിന് അറിയില്ല എങ്കിൽ സപ്പോർട്ടിംഗ് ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. സപ്പോർട്ടിംഗ് ടീം 20 സെക്കൻഡുകൾക്കുള്ളിൽ ശരിയായ ഉത്തരം നൽകിയാൽ 20 മാർക്കുകൾ ടീമിന് ലഭിക്കും. സപ്പോർട്ടിംഗ് ടീം പരാജയപ്പെട്ടാൽ ചോദ്യം അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടുകയും 10 സെക്കൻഡുകൾക്കുള്ളിൽ അവർ ഉത്തരം നൽകുമ്പോൾ ശരിയായ ഉത്തരം അവർ നൽകിയാൽ 10 പോയിന്റുകൾ നൽകുകയും ചെയ്യും. ഇതാണ് വചനം തിരുവചനം
റൗണ്ടിന്റെ പ്രത്യേകത. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോട്. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചത് എന്ത്? 3-ാം അധ്യായം 2-ാം തിരുവചനം മാത്രം പറയുക. മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 30 മാർക്കുകൾ ലഭിക്കുന്നു. 30 മാർക്കുകൾ അവർ സ്കോർ ഷീറ്റിൽ അവർ ആദ്യ സ്കോർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. കാരണം മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം തിരുവചനത്തെ അടിസ്ഥാനമാക്കി ഉത്തരം പറയുക. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണിത്. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും പിന്നെ അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത് എന്നാണ് വിശുദ്ധ സുവിശേഷം പഠിപ്പിക്കുന്നത്. ടീം മിഖായൽ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അവരും സ്കോർ ഷീറ്റിൽ ആദ്യ പോയിന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, അവൻ തന്റെ 12 പേരെ അടുത്തു വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു. അവൻ കൽപ്പിച്ചതെന്ത്? തൊട്ടടുത്ത 2 തിരുവചനങ്ങൾ മാത്രം പറയുക. കുറെ കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. തൊട്ടടുത്ത 2 തിരുവചനങ്ങൾ മാത്രം പറയുക. യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. അപ്പമോ സഞ്ചിയോ പണമോ മടിശീലയിൽ പണമോ കരുതരുത്. നിങ്ങളുടെ സമയം പൂർണ്ണമായിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. സപ്പോർട്ടിംഗ് ടീം റാഫേലിന് സപ്പോർട്ടിംഗ് ടീമിന് ശരിയായ ഉത്തരം പറഞ്ഞാൽ 20 മാർക്കുകൾ ലഭിക്കുന്നതാണ്. പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. പറഞ്ഞതിൽ കുറെ ശരികളുണ്ട്. പക്ഷേ സെമി ഫൈനൽ മത്സരമായതുകൊണ്ടും ഏകദേശം കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതുള്ളത് കൊണ്ടും തൊട്ടടുത്ത 2 തിരുവചനങ്ങൾ മാത്രമേ നിങ്ങൾ പറയേണ്ടതുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയായി പരിഗണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തൊട്ടടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുന്നു. 10 സെക്കൻഡുകൾ മാത്രം, 10 മാർക്ക്. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും എടുക്കരുത്. അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാം. 2 ഉടുപ്പുകളും എടുക്കരുത്. 2 ഉടുപ്പുകൾ. യെസ്, ഞാൻ വീണ്ടും പാസ് ചെയ്യുകയാണ്. ടീം മിഖായലിന് അവസരമുണ്ട്. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ചെരുപ്പ് ധരിക്കാൻ 2 ഉടുപ്പ് ധരിക്കരുത്. യെസ്, വളരെ കൃത്യമാണ്. വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ടീം മിഖായലിന് ഞാൻ പോയിന്റുകൾ നൽകുകയാണ്. ഇവർ പറഞ്ഞതിലും കുറച്ച് ശരിയുണ്ട്, പക്ഷെ പൂർണ്ണതയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ മാർക്കുകൾ തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് 4 മാർക്കുകൾ മാത്രം നൽകുന്നു. 6 മാർക്കുകൾ ടീം മിഖായലിന് നൽകുന്നു. ശ്രദ്ധിക്കുക, ടീം ഗബ്രിയേലിന് 4 മാർക്കുകൾ നൽകുന്നു. ടീം മിഖായലിന് 6 മാർക്കുകൾ. യെസ്, വചനം തിരുവചനം റൗണ്ട് പൂർണ്ണമാകുന്നു. സെമി ഫൈനൽ റൗണ്ടിലെ 2ാം റൗണ്ടാണ് പൂർണ്ണമായിരിക്കുന്നത്. ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാം. ജോസ്മിയിലേക്ക്. ജോസ്മി, പ്ലീസ്. ടീം ഗബ്രിയേൽ 34 പോയിന്റ്സ്, ടീം മിഖായേൽ 36 പോയിന്റ്സ്,
ടീം റാഫേൽ ഈ റൗണ്ടിൽ പോയിന്റുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഇനി വരുന്ന ഘട്ടങ്ങളിൽ കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മൂന്നാം റൗണ്ടിലേക്ക്, വിഷ്വൽ റൗണ്ട്. ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ആദ്യ ചോദ്യം ടീം മിഖായലിനോടാണ്. ആ വിഷ്വൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് പറയുക, ഏത് അധ്യായത്തിൽ നിന്നാണ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നതാണ്. അതിനുശേഷം 2 ചോദ്യങ്ങൾ കൂടി നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം, അങ്ങനെ 30 മാർക്കുകൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. 30 മാർക്കുകൾ. എന്നാൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയാൽ 5 മൈനസ് പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരിയായി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മൈനസ് പോയിന്റുകൾ ഒഴിവാക്കി തരുന്നതാണ്. യെസ്, ടീം മിഖായലിലേക്ക് പോകുന്നു. വിഷ്വൽ ശ്രദ്ധിക്കുക. ടീം മിഖായൽ, യെസ്, വിഷ്വൽ കൃത്യമാണ്. പറഞ്ഞു. യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. വിഷ്വൽ കൃത്യമാണ്. കൃത്യമായ ഉത്തരമാണ് നിങ്ങൾ നൽകിയതും. ടീം മിഖായലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്ത്? ഇതൊരു വിജനപ്രദേശമാണല്ലോ, നേരവും വൈകിയിരിക്കുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ ഇവരെ വിട്ടയക്കുക. ഇവരെ പറഞ്ഞയക്കുക. അവരെ പറഞ്ഞയക്കുക. ശരി, ശരിയായ ഉത്തരമാണ്. ടീം മിഖായലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി നൽകുന്നു. 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. ശരിയായ ഉത്തരമാണ്. യെസ്. മൂന്നാമത്തെ ചോദ്യം. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. ശിഷ്യന്മാർ ഒരു പ്രശ്നവുമായിട്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത്. ഇതൊരു വിജന പ്രദേശമാണ്. നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും പോയി എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക. പാവ ശിഷ്യന്മാർ ഒരു പ്രശ്നം പറയുവാനായി യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യേശു പ്രതിവചിക്കുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവിൻ. അതിനുള്ള ശിഷ്യന്മാരുടെ മറുപടി എന്ത്? ഞങ്ങൾ പോയി 200 ദനാറയ്ക്ക് അപ്പം വാങ്ങി അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? യെസ്, ഞങ്ങൾ 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെ. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ടീം മിഖായലിന് വീണ്ടും 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. ടീം മിഖായൽ വിഷ്വൽ റൗണ്ടിൽ 30 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനം. വിഷ്വൽ റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേൽ, ഗെറ്റ് റെഡി. ഇതാ ചോദ്യം. വിഷ്വൽ ശ്രദ്ധിക്കുക. വിഷ്വൽ
വളരെ വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ആ വിഷ്വൽ അടയാളപ്പെടുത്തുന്ന വിശുദ്ധ സുവിശേഷത്തിലെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവം സൂചിപ്പിക്കുക. യേശു ലഘ്യം ബാധിച്ച് പിശാച് ബാധിനെ സുഖപ്പെടുത്തുന്നു. പറയൂ. യേശു പിശാച് ബാധിച്ച പിന്നെ സുഖപ്പെടുത്തുന്നു. യെസ്. 5-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. 5-ാം അധ്യായം. യേശു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. സ്കോർ ഷീറ്റിൽ അവരുടെ ആദ്യത്തെ പോയിന്റാണിത്. മത്സരത്തിലേക്ക് ടീം റാഫേൽ തിരിച്ചു വന്നിരിക്കുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. യെസ്. അകലെ വെച്ചു തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. നമ്മളത് വിഷ്വലിൽ ശ്രദ്ധിച്ചതാണ്. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ പറഞ്ഞതെന്ത്? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവെ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് നിന്നോട് ഞാൻ പറയുന്നു, എന്നെ പീഡിപ്പിക്കരുത്. യെസ്. അങ്ങ് എന്നെ പീഡിപ്പിക്കരുത്. അപൂർണമാണ് എന്ന് പറയാൻ പറ്റുകയില്ല. പൂർണ്ണമായ ഉത്തരം തന്നെയാണ്. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. 20 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. സുഖമാക്കപ്പെട്ട പിശാച് ബാധിതൻ യേശുവിനോട് കൂടെ പോരുന്നതിന് അല്ലെങ്കിൽ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ തന്നോട് കൂടെ പോരുന്നതിന് യേശു അവനെ അനുവദിച്ചില്ല. അവൻ ആ പിശാച് ബാധയിൽ നിന്നും സുഖപ്പെട്ട ആ മനുഷ്യനോട് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞതെന്ത്? നീ നിന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി കർത്താവ് നിനക്ക് എന്തെല്ലാം ചെയ്തു എന്നും നിന്നോട് എങ്ങനെ കരുണ കാണിച്ചു എന്നും അറിയിക്കുക. യെസ്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ് ടീം റാഫേൽ പറഞ്ഞിരിക്കുന്നത്. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അറിയിക്കുക. ടീം റാഫേലിന് 30 പോയിന്റുകൾ ലഭിക്കുന്നു. വിലയേറിയ 30 പോയിന്റുകളാണ് ടീം റാഫേലിന് ലഭിച്ചിരിക്കുന്നത്. ആദ്യ റൗണ്ടിൽ പോയിന്റുകൾ, ആദ്യ റൗണ്ട് എന്ന് പറഞ്ഞാൽ തിരുവചനം റൗണ്ടിൽ പോയിന്റുകൾ ലഭിക്കാത്തതിന്റെ ക്ഷീണം ടീം റാഫേൽ മാറ്റിയിരിക്കുന്നു. ടീം റാഫേൽ ശക്തമായി മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. യെസ്. ടീം ഗബ്രിയേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. യെസ്. നിങ്ങൾ വിഷ്വൽ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഏതാണ് വിഷ്വൽ? പറയുക. ജായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതാണ്. ജായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതാണ്. ഏത് പുസ്തകത്തിൽ? മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. ടീം ഗബ്രിയേൽ ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ. ടീം ഗബ്രിയേലിനോട് വിഷ്വൽ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. അവൻ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ എത്തിയപ്പോൾ, അതായത് ജായിറോസിന്റെ വീട്ടിലെത്തിയപ്പോൾ കുറെ ആളുകളെ കണ്ടു. ഒരു മരണ വീട്ടിൽ ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കും അല്ലെങ്കിൽ പെരുമാറും. അവൻ അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുകയായിരുന്നു? പറയുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ ഏതൊക്കെ? പറയും. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. യെസ്. ശരിയായ ഉത്തരമാണ്. ഉച്ചത്തിൽ കരയുന്നത്, ബഹളം വയ്ക്കുന്നത്, അലമുറയിടുന്നത്. ശരിയായ ഉത്തരമാണ് ടീം ഗബ്രിയേൽ പറഞ്ഞിരിക്കുന്നത്.
അവർക്ക് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. ടീം ഗബ്രിയലിന് വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞ് 10 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. യേശു ആ ബാലികയെ ഉയർപ്പിച്ചതിന് ശേഷം അവർക്ക് 2 നിർദ്ദേശങ്ങൾ നൽകുന്നു. 2 നിർദ്ദേശങ്ങളാണ് പ്രധാനമായും നൽകുന്നത്. തിരുവചനം 5:43 ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ? പറയുക. ആരും ഈ വിവരം അറിയരുത്. അവൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം കൊടുക്കുവാൻ നിർദ്ദേശിച്ചു. അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ നിർദ്ദേശിച്ചു. ആരും ഈ വിവരം അറിയരുത്. 2, അവൾക്ക് ഭക്ഷണം കൊടുക്കുക. ഈ 2 നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്വൽ റൗണ്ടിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. 3 ടീമുകളും ഭേദപ്പെട്ട സ്കോറുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓരോ ടീമിനും ലഭിച്ച സ്കോറുകൾ കൃത്യമായി അറിയുവാൻ നമുക്ക് ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി പ്ലീസ്. ടീം ഗബ്രിയേൽ 64 പോയിന്റ്സ്. ടീം മിഖായേൽ 66 പോയിന്റ്സ്. ടീം റാഫേൽ 30 പോയിന്റ്സ്. 3 ടീമുകളും വളരെ ശക്തമായി മത്സരത്തിൽ നിലനിൽക്കുകയാണ്. റാപ്പിഡ് റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുന്നു. റാപ്പിഡ് റൗണ്ട് വേഗത്തിൽ ഉത്തരം പറയേണ്ട റൗണ്ടാണ്. 1 മിനിറ്റ് സമയം 3 ടീമുകൾക്കും നൽകുന്നതാണ്. 1 മിനിറ്റിനുള്ളിൽ എത്ര ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉത്തരം പറയാവുന്നതാണ്. ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്കുകൾ. എന്നാൽ ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്കോർ ചെയ്യാതെ പോയാൽ പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല. സപ്പോർട്ടിംഗ് ടീമിന് ഈ സമയത്ത് ഇവരെ സഹായിക്കാൻ സാധിക്കുന്നതുമല്ല. റാപ്പിഡ് റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേലിന് നിങ്ങളുടെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ജോസ്മി ഇപ്പോൾ തന്നെ അതിനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നതാണ്. ജോസ്മി പ്ലീസ്. നിങ്ങൾക്ക് കിട്ടിയ ഭാഗം ഏതാണ്? വിജ്ഞാനമുത്തുകൾ, തിരുസഭയും ഹൈറാർക്കിയും. പഠിച്ച ഭാഗമല്ലേ? ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു. ഭയപ്പെടണ്ട. ചോദ്യം ഞാൻ ആരംഭിക്കട്ടെ? യെസ്, റെഡി. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. പൗരസ്ത്യ റീത്തുകൾ എത്ര എണ്ണമുണ്ട്? 23 എണ്ണം. ഉക്രൈനിയൻ സഭ. ശരിയായ ഉത്തരം. ഉക്രൈനിയൻ സഭ ഏത് പദവിയിലുള്ള സഭയാണ്? മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയിൽ. ശരിയായ ഉത്തരമാണ്. ഏറ്റവും കൂടുതൽ ചാക്രിക ലേഖനങ്ങൾ എഴുതിയ മാർപ്പാപ്പ ആര്? എണ്ണം എത്ര? ലേയോ 13 84 എണ്ണം. ശരിയായ ഉത്തരമാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ സമാപിച്ചത് എന്ന്? 1965. മാസം, ദിവസം? ഡിസംബർ 8. ശരിയായ ഉത്തരമാണ്. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം പ്രോത്സാഹിപ്പിച്ച മാർപ്പാപ്പ ആര്? 10ാം പീയൂസ് മാർപ്പാപ്പ. ശരിയായ ഉത്തരമാണ്. വിശുദ്ധ നാട് ആദ്യമായി സന്ദർശിച്ച മാർപ്പാപ്പ ആര്? പോളാറാമൻ. ശരിയായ ഉത്തരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേര് എന്ത്? ജോർജ് മാരിയ ബർഗോളിയ. ശരിയായ ഉത്തരമാണ്. ചാക്രിക ലേഖനങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഏത്? ലത്തീൻ. യെസ്. ടീം റാഫേൽ 8 ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചു. 8 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരമാണ് ടീം റാഫേൽ നൽകിയത്. 40 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. യെസ്. അടുത്ത ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ജോസ്മി പ്ലീസ്. ബൈബിൾ വളരെ എളുപ്പമുള്ള ഭാഗമല്ലേ? എളുപ്പമുണ്ട്. മുഖത്ത് നല്ല ആത്മവിശ്വാസം കാണും. ചോദ്യം ഞാൻ ചോദിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പേര് എന്ത്?
ഹെർമനോട്ടിക്സ്. ശരിയായ ഉത്തരമാണ്. ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകം ഏത്? ഒബാദിയ. തെസലോനിക്കക്കാരുടെ 1-2 ലേഖനങ്ങൾ. തെറ്റായ ഉത്തരമാണ്. ബൈബിളിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം ഏത്? ആമോസ്. ബൈബിളിലെ ഗ്രന്ഥങ്ങൾ ദൈവനിവേശിതങ്ങളാണെന്ന് പ്രഖ്യാപിച്ച സൂനകദോസ് വർഷം? തെത്രോസ് സൂനകദോസ്. വർഷം? 1900. തെറ്റായ ഉത്തരമാണ്. ബൈബിൾ സംബന്ധമായി പിയൂസ് 12 എഴുതിയ ചാക്രിക ലേഖനം ഏത്? ഹുമാനി ജേനരീസ്. ശരിയായ ഉത്തരമാണ്. യഹൂദരിലെ സദുക്കായർ ആരുടെ പിൻതലമുറക്കാർ ആണ്? പുരോഹിനായ സാദോക്കിന്റെ. ശരിയായ ഉത്തരമാണ്. ഏഷ്യയിൽ ആദ്യമായി പുതിയ നിയമം അച്ചടിച്ചത് ഏത് ഭാഷയിൽ അച്ചടിച്ച വർഷം? തമിഴിൽ. വർഷം? 1715. ശരിയായ ഉത്തരമാണ്. അത്തിവൃക്ഷത്തിന്റെ ഉപമ ഏതൊക്കെ സുവിശേഷങ്ങളിൽ? സമയം കഴിഞ്ഞിരിക്കുന്നു. യെസ്, നിങ്ങൾ 7 ചോദ്യങ്ങളാണ് അഭിമുഖീകരിച്ചത്. 7ാമത്തെ ചോദ്യം വന്നപ്പോഴത്തേനും സമയം തീർന്നുപോയി. 5 ശരി ഉത്തരങ്ങൾ നിങ്ങൾ നൽകുകയുണ്ടായി. നിങ്ങൾക്ക് തെറ്റിപ്പോയത് ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകം. പറഞ്ഞോളൂ. യോഹന്നാന്റെ ലേഖനം. യോഹന്നാന്റെ 2ാം ലേഖനമാണ്. പിന്നെ എങ്ങനെയാണ് ഒബാദിയായത്, പിന്നീട് തെസ്സലോനിക്കയായി പോയത്? യെസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ 5 പോയിന്റുകൾ അവിടെ നഷ്ടമായി. മറ്റൊന്ന്, ട്രെൻഡ് കൗൺസിൽ നടന്ന വർഷം നിങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല. 1546. 8 ചോദ്യങ്ങൾ, 1 ഉത്തരം പറയാൻ സമയം കിട്ടിയില്ല. ബാക്കി 7 ചോദ്യങ്ങൾ, 7ൽ 2 തെറ്റിപ്പോയി. ബാക്കി 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരമാണ് നിങ്ങൾ നൽകിയത്. 25 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. യെസ്. റാപ്പിഡ് റൗണ്ടിലെ 3ാമത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ, ഗെറ്റ് റെഡി. ജോസ്മി, അവരുടെ ചോദ്യം സെലക്ട് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കുക. വിജ്ഞാനമുത്തുകൾ തിരുസഭാ ചരിത്രം. വിജ്ഞാനമുത്തുകളിൽ നിന്നാണ്. വിജ്ഞാനമുത്തുകൾ എളുപ്പമുള്ള ഭാഗം പഠിച്ചിട്ടുണ്ട്. മുഖത്ത് ആത്മവിശ്വാസമുണ്ട്. ചോദിച്ചാൽ മതി. ഇതാ ചോദ്യങ്ങൾ. 1ാം ചോദ്യം, സമയം ആരംഭിക്കുന്നു. ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം നൽകിയ ചക്രവർത്തി ആര്? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ശരിയായ ഉത്തരം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയ വിളംബരത്തിന്റെ പേര്? മിലാൻ വിളംബരം, AD 313. ശരിയായ ഉത്തരം. ആശ്രമ ജീവിതത്തിന്റെ പിതാവ് ആര്? പക്കമിയോസ്. ഇന്ന് ലഭിച്ചിട്ടുള്ളതിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് പുറമെ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യകാല കൃതി ഏത്? ഡിഡാക്കെ. ശരിയായ ഉത്തരമാണ്. പരിശുദ്ധ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി കിരീടധാരണം ചെയ്യപ്പെട്ടത് ആര്? വർഷം? പെപ്പിന്റെ പുത്രൻ ചാർലമേൻ, AD 800 ഡിസംബർ 25. ശരിയായ ഉത്തരമാണ്. അവിഞ്ഞോൻ പ്രവാസം അവസാനിപ്പിക്കുവാൻ ഗ്രെഗറി 11 മാർപ്പാപ്പയെ പ്രചോദിപ്പിച്ചത് ആര്? സീനയിലെ വിശുദ്ധ കത്രീന. ഹാഡ്രിയാൻ രാജാവിന്റെ കാലഘട്ടം ഏത്? AD 117 തുടങ്ങി 138 വരെ. ശരിയായ ഉത്തരമാണ്. ആദ്യത്തെ ഔദ്യോഗിക സൂനകദോസ് ഏത്? 1 നിക്കിയ സൂനകദോസ്. വൈദികരെ സംബന്ധിച്ചുള്ള വത്തിക്കാൻ കൗൺസിലിന്റെ ഡിഗ്രി ഏത്? 8 ചോദ്യങ്ങളാണ് ടീം മിഖായൽ നേരിട്ടത്. 8 ചോദ്യങ്ങൾ. 8 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് ടീം മിഖായൽ 40 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം മിഖായലിന് അഭിനന്ദനങ്ങൾ. 3 ടീമുകളും ഏകദേശം ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സപ്പോർട്ടേഴ്സ് റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിലവിൽ ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക് പോകാം. ജോസ്മി പ്ലീസ്. ടീം ഗബ്രിയേൽ 89 പോയിന്റ്സ്. ടീം മിഖായേൽ 106 പോയിന്റ്സ്. ടീം റാഫേൽ 70 പോയിന്റ്സ്. ഈ റൗണ്ട് പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ടീമുകളെ മത്സരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, സ്കോർ ഷീറ്റിന് ബലം കൊടുക്കാൻ. സപ്പോർട്ടേഴ്സ് റൗണ്ട്. സപ്പോർട്ടിംഗ് ടീമുകളുടെ സംഭാവന അവർക്ക് അനിവാര്യമാണ്. 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക. ഓരോ ശരി ഉത്തരത്തിനും 15 മാർക്കുകൾ വീതം. അങ്ങനെ വിലയേറിയ 30 മാർക്കുകൾ നിങ്ങളുടെ ടീമിന് നിങ്ങൾ നേടിക്കൊടുക്കണം.
അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ സഹായിക്കാൻ സാധിക്കുക. ആ 30 പോയിന്റുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആദ്യ ചോദ്യം ചോദിക്കുന്നത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ആദ്യ ചോദ്യം: പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. പുസ്തകമേത്? അധ്യായമേത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം. എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ടോ? കറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? കറക്റ്റ് ചെയ്തോളൂ. 12-ാം അധ്യായം. നിങ്ങളുടെ അവസരം കഴിഞ്ഞു. 12-ാം അധ്യായം. യെസ്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായമാണ്. 15 പോയിന്റ് ചോദ്യമാണ്. അതിൻ്റെ ആദ്യ ഭാഗം ശരിയാക്കിയത് കൊണ്ട് ടീം ഗബ്രിയേലിന് 7.5 മാർക്കുകൾ ലഭിക്കുന്നു. 7.5 മാർക്കുകൾ ലഭിക്കുന്നു. 2 ഭാഗവും ശരിയാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 15 വിലയേറിയ മാർക്കുകൾ നിങ്ങളുടെ ടീമിന് സമ്പാദിച്ചു കൊടുക്കാമായിരുന്നു. എങ്കിലും 7.5 മാർക്കുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു എന്നതിൽ സന്തോഷിക്കാം. ഈ വചനഭാഗവുമായി ചേർന്ന അടുത്ത ചോദ്യമാണ്: ഏത് പ്രദേശങ്ങളിലുള്ള ജനങ്ങളോടായിരുന്നു ഹെറോദോസിന് വൈരമുണ്ടായിരുന്നത്? ഏതൊക്കെ പ്രദേശങ്ങളിലെ ആളുകളോടായിരുന്നു ഹെറോദോസിന് വൈരം അല്ലെങ്കിൽ ദേഷ്യമുണ്ടായിരുന്നത്? സ്ഥലപ്പേരുകൾ. സൈപ്രസ്, കേസറിയ പ്രദേശങ്ങളിൽ. ഒരിക്കൽ കൂടി. സൈപ്രസ്, കേസറിയ പ്രദേശങ്ങളിൽ. സൈപ്രസ്, കേസറിയ പ്രദേശങ്ങൾ. ടയറിലും സീതോനിലുമുള്ള ആളുകളോട്. ടയറിലും സീതോനിലുമുള്ള ആളുകളാണ്. ഏതെങ്കിലും ഒരെണ്ണം ശരിയാക്കിയിരുന്നെങ്കിൽ ഞാൻ പകുതി മാർക്കുകൾ നൽകുമായിരുന്നു. പക്ഷേ നിങ്ങൾ രണ്ട് ചോദ്യത്തിന് ഉത്തരവും തെറ്റിച്ചു. ടയറിലും സീതോനിലുമുള്ളവരാണ്. യെസ്, എങ്കിലും ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം 7.5 പോയിന്റുകൾ അവർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട 7.5 പോയിന്റുകൾ തന്നെയാണത്. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. യെസ്. അടുത്ത ചോദ്യം ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ആദ്യ ചോദ്യം: അവൻ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ശ്രവിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ചോദ്യം: ഈ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമേത്? അധ്യായമേത്? ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം. 2 ഭാഗങ്ങളാണ് ഈ ചോദ്യത്തിനുള്ളത്. ആദ്യ ഭാഗം ഫിലിപ്പിയരുടെ ലേഖനം എന്നത് ശരിയാണ്. രണ്ടാം ഭാഗവും ശരി തന്നെയാണ്. നിങ്ങൾക്ക് 15 പോയിന്റുകൾ ലഭിക്കുന്നു. 15 വിലയേറിയ പോയിന്റുകൾ ലഭിക്കുന്നു. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. യെസ്, ഫിലിപ്പിയരുടെ ലേഖനത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വചനഭാഗം ഞാനിപ്പോൾ പറയാം. അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ പറയും, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ച് പൂർത്തിയാക്കണം. മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. 2-ാം അധ്യായം 3-ാം തിരുവചനമാണ്. നിങ്ങൾ പൂർത്തിയാക്കുക. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. വളരെ ശരിയായ ഉത്തരമാണ്. വളരെ വളരെ വിലയേറിയ 30 പോയിന്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു തന്നിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. യെസ്. അടുത്തത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആർക്കറിയാം? ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമേത്? അധ്യായമേത്? യെസ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 16. വേണ്ട, അത് മതി. അധ്യായം മതി. ഇനി വാക്യങ്ങൾ പറഞ്ഞ് തെറ്റിക്കണ്ട. വാക്യങ്ങൾ പറഞ്ഞ് തെറ്റിക്കേണ്ടത് ഞാൻ പറഞ്ഞുള്ളൂ. പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ടില്ല. ഉത്തരം ശരിയാണ്.
ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന് സപ്പോർട്ടിംഗ് ടീം 15 മാർക്കുകൾ ടീം റാഫേലിന് നേടിക്കൊടുത്തിരിക്കുന്നു. 15 വിലയേറിയ മാർക്കുകളാണ്. അഭിനന്ദനങ്ങൾ. യെസ്, ഞാനൊരു വചനത്തിൻ്റെ ആദ്യ ഭാഗം പറയും, ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനത്തിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറയുന്നത്. ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും ബാക്കി നിങ്ങൾ പൂർത്തിയാക്കുക. ചെയ്യാതിരിക്കുന്നവൻ തിന്മ ചെയ്യുന്നു, പാപം ചെയ്യുന്നു. ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. പാപം ചെയ്യും. നിങ്ങൾ തിന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഞാൻ മാർക്ക് തരും. കാരണം രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. പാപം, യെസ്, അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം റാഫേലിനെ മത്സരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രാപ്തമാക്കുന്ന 30 ഗോൾഡൻ പോയിന്റുകൾ നേടിക്കൊടുത്തിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങൾ. സപ്പോർട്ടേഴ്സ് റൗണ്ടും അവസാനിച്ചിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീം 3 തങ്ങളുടെ ടീമുകൾക്ക് പോയിന്റുകൾ നേടി കൊടുത്തിട്ടുണ്ട്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ സെമി ഫൈനൽ റൗണ്ടിലെ അവസാന റൗണ്ടിലേക്ക്, മെഗാ ബോണസ് റൗണ്ടിലേക്ക്. മെഗാ ബോണസ് റൗണ്ടിന്റെ പ്രത്യേകതകൾ: ഓരോ ടീമിനോടും 3 ചോദ്യങ്ങൾ, വ്യത്യസ്തമായ പോയിന്റുകൾ. ആദ്യ ചോദ്യത്തിന് 10, രണ്ടാമത്തെ ചോദ്യത്തിന് 15, മൂന്നാമത്തെ ചോദ്യത്തിന് 25 മാർക്കുകൾ. ആകെ 50 മാർക്കുകൾ വരെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു റൗണ്ട്. എന്നാൽ തെറ്റായ ഉത്തരങ്ങൾക്ക് തത്തുല്യമായ പോയിന്റുകൾ നഷ്ടമാകുന്ന റൗണ്ട് കൂടിയാണ് മെഗാ ബോണസ് റൗണ്ട്. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാനും പ്രൊസീഡ് ചെയ്യാനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് പൊതുവെ ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ പോയിന്റുകൾ, നിലവിൽ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള പോയിന്റുകൾ. ഫസ്റ്റ് റൗണ്ടിന്റെ റൈറ്റിംഗ് റൗണ്ടിന്റെ പോയിന്റുകൾ ഈ റൗണ്ടിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സഹ ടീമുകൾക്ക് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കാർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അതിനുശേഷമുള്ള 4 റൗണ്ടുകളുടെ പോയിന്റുകൾ ഇപ്പോൾ ജോസ്മി പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങളുടെ പോയിന്റുകളും നിങ്ങളുടെ സഹ ടീമുകളുടെ പോയിന്റുകളും നിങ്ങൾ അറിയുകയും കുറിച്ചു വയ്ക്കുകയും നിങ്ങളുടെ അവസരം വരുമ്പോൾ ഈ അറിവ് നിങ്ങളുടെ ടീമിന്റെ വിജയത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. യെസ്, ജോസ്മി. ടീം ഗബ്രിയലിന് ലഭിച്ചിരിക്കുന്നത് 96.5 മാർക്സ്. ടീം മിഖായേൽ 136 പോയിന്റ്സ്. ടീം റാഫേൽ 100 പോയിന്റ്സ്. 3 ടീമിനും വിജയിക്കാനുള്ള പൂർണ്ണമായ സാധ്യത നിലനിൽക്കുന്ന റൗണ്ടാണ് ഈ മെഗാ ബോണസ് റൗണ്ട്. റാപ്പിഡ് റൗണ്ടിൽ എന്നതുപോലെ തന്നെ ഈ റൗണ്ടിലും നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ജോസ്മി, പ്ലീസ്. ഏതാണ് നിങ്ങൾ കിട്ടിയ ഭാഗം? മർക്കോസിന്റെ സുവിശേഷം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. എളുപ്പമുള്ള ഭാഗമാണോ? പഠിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ടവനാണ്. എന്നാൽ ചോദിക്കുന്നതിന് മുമ്പ് മെഗാ ബോണസ് റൗണ്ടിന്റെ നിയമമനുസരിച്ച് എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ആ ചോദ്യം, നിങ്ങൾ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആദ്യ ചോദ്യം, മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു ചോദ്യമാണ്. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിച്ചത് ആ ദിവസത്തിന്റെ ഏത് സമയത്താണ്? സായാഹ്നം, വൈകുന്നേരമായിരുന്നു. ആദ്യം പറഞ്ഞത് ഏതാണ്? സായാഹ്നം.
വൈകുന്നേരം എന്ന് പറഞ്ഞാലും സമാന അർത്ഥം തന്നെയാണ്. നിങ്ങളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. പറഞ്ഞ ഉത്തരം തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ചോദ്യം ഈ മത്സരത്തിൽ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞ തിരുവചനമാണ്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനുമാണ് ഇത്. ഇതൊരു തിരുവചന ഭാഗമാണ്. ഈ തിരുവചനത്തിന്റെ സൂചനയുള്ള പഴയ നിയമ ഭാഗം ഏത്? വചനഭാഗം പറയണം. വചനഭാഗം പറയണം. യേശയ്യ 6 അധ്യായം 9 തുടങ്ങി 10 വരെ. യേശയ്യ 6, 9 മുതൽ 10 വരെ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ. ഉറപ്പാണ്? ഉറപ്പ്. മാറ്റമില്ല? ഇല്ല. എങ്കിൽ നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. ടീം മിഖായലിന് വീണ്ടും 15 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. 15 പോയിന്റുകൾ. അടുത്തത് 25 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? കിറ്റ് ചെയ്യുന്നു. ഏതാണ്? കിറ്റ് ചെയ്യുന്നു. നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ടീം മിഖായൽ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞ് 25 പോയിന്റുകൾ കരസ്ഥമാക്കി. അടുത്ത ചോദ്യം അവർ തന്ത്രപരമായി അല്ലെങ്കിൽ ബുദ്ധിപരമായി അവർ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ടീം മിഖായൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മത്സരത്തിൽ ശക്തമായി നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ടീം മിഖായലിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. ടീം റാഫേലിന് നിങ്ങളുടെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്യാൻ അവസരമുണ്ട്. ആ അവസരം നിങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കേണ്ടത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന്. നന്നായി പഠിച്ച ഭാഗമാണോ? പഠിച്ചതാണ്. എങ്കിൽ ചോദിക്കാം. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. കാരണം ലൂക്കായുടെ സുവിശേഷം 10:24 പറയുക ഉത്തരമായി. നിങ്ങൾ കാണുന്ന കണ്ണുകൾ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ശരിയായ ഉത്തരമാണ്. ടീം റാഫേൽ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ടീം റാഫേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. യെസ്. അടുത്തത് 15 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ അത് ക്വിറ്റ് ചെയ്യുന്നു? എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. യെസ്. എങ്കിൽ നിങ്ങളോടുള്ള അടുത്ത ചോദ്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അനുതപിക്കാത്ത നഗരങ്ങൾ എന്ന തലക്കെട്ടിലുള്ള വചനഭാഗത്ത് 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗത്ത് എത്ര നഗരങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്? അവിടെ പറയുന്ന സ്ഥലങ്ങളുടെ പേരുകൾ, ആ ഭാഗത്ത് പറയുന്ന സ്ഥലങ്ങളുടെ പേരുകൾ, അവ എത്രയുണ്ട്, ഏതൊക്കെ? ആലോചിച്ച് മാത്രം ഉത്തരം പറയുക. 30 സെക്കൻഡുകൾ നിങ്ങൾക്കുണ്ട്. യെസ്. സമയം പോകുന്നതിന് മുമ്പ് ഉത്തരം കിട്ടുകയും വേണം. കൊറോസിൻ, ബെസൈദ, സോദോം, ഗൊമോറ,
സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം തെറ്റാണ്. തെറ്റായ ഉത്തരമാണ് നിങ്ങൾ പറഞ്ഞത്. 1 കൊറാസീൻ, 2 ബെത്സൈദ, ടൈർ, സീദോൻ, കഫർനാം. ഈ 5 നഗരങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, 5 എണ്ണം. 15 മാർക്കുകൾ ടീം റാഫേലിന് നഷ്ടമാകുന്നു. ടീം റാഫേലിന് വിലയേറിയ 15 പോയിന്റുകൾ നഷ്ടമാവുകയാണ്. എങ്കിലും ഇതിനകം നിങ്ങൾ ശക്തമായ മത്സരത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 30 പോയിന്റുകൾ ഇനിയും നിങ്ങൾക്ക് 30 പോയിന്റുകളുടെ ചോദ്യം അവിടെ റിസർവിലുണ്ട്. ഭയപ്പെടേണ്ടതില്ല, ഒരു ടീമും ഭയപ്പെടേണ്ടതില്ല. എല്ലാ ടീമിനും ഇനിയും വിജയിക്കാനുള്ള അവസരങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ടീം റാഫേൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. യെസ്. ടീം ഗബ്രിയേൽ, ഇനി നിങ്ങളുടെ അവസരമാണ്. മെഗാ ബോണസ് റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം നിങ്ങളിലേക്ക്. നിങ്ങളുടെ ചോദ്യം സെലക്ട് ചെയ്യൂ. ഏതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭാഗം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുമാണ്. എളുപ്പമുള്ള ഭാഗമാണോ? പഠിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ എങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. യെസ്. ആദ്യ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എങ്കിൽ ആദ്യ ചോദ്യം, മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവിന്റെ പേര് എന്ത്? യാക്കോബ്. യാക്കോബ്. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 10 പോയിന്റുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയേൽ 10 പോയിന്റുകൾ നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം 15 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങളുടെ തീരുമാനം എന്ത്? പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എങ്കിൽ ചോദ്യം, റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഫേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ തിരുവചന ഭാഗം സൂചിപ്പിക്കുന്ന പഴയ നിയമ വചനഭാഗം ഏത്? ജെറമിയ 31:15. ജെറമിയ 31:15. ഉത്തരം ശരിയാണ്. നിങ്ങൾ പഠിച്ച ഭാഗമാണ്. എങ്കിൽ ഉത്തരം ശരി തന്നെ. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് 15 പോയിന്റുകൾ കൂടി ലഭിക്കുന്നു. അടുത്ത ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നോ അതോ ക്വിറ്റ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ പിന്മാറുന്നു. ടീം ഗബ്രിയേൽ അടുത്ത ചോദ്യത്തിന് ഉത്തരം ഏറ്റെടുക്കുന്നില്ല. അവർ ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ടീമുകൾക്കും നിലവിലുള്ള പോയിന്റുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് മത്സരം തീരുന്നില്ല. വീണ്ടും 30 മാർക്കിന്റെ റൈറ്റിംഗ് റൗണ്ടിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അതിലെ സ്കോർ നമുക്കറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഓരോ ടീമുകൾക്കും ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ ജോസ്മി പ്രഖ്യാപിക്കുന്നതാണ്. ജോസ്മിയിലേക്ക്. യെസ്. ടീം ഗബ്രിയേൽ നേടിയിരിക്കുന്നത് 121.5 മാർക്സ്. ടീം മിഖായേൽ 161. ടീം റാഫേൽ 95. ഇനി നമുക്കറിയേണ്ടത് നമ്മൾ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന റൈറ്റിംഗ് റൗണ്ടിലെ പോയിന്റുകളാണ്. യെസ്, റൈറ്റിംഗ് റൗണ്ടിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജോസ്മി, യെസ്, കവറുകൾ തുറക്കുക. റൈറ്റിംഗ് റൗണ്ടിലെ ആദ്യ ചോദ്യം, പാർമേൽ അടിസ്ഥാനമർപ്പിച്ച ഭവനത്തെക്കുറിച്ചുള്ള ഉപമ ഏതൊക്കെ സുവിശേഷങ്ങളുണ്ട്? ശരിയായ ഉത്തരം മത്തായി, ലൂക്ക. രണ്ടാമത്തെ ചോദ്യം, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം
അവർ സാവൂളിന്റെയും ബർന്നബാസിന്റെയും മേൽ കൈവെപ്പ് നടത്തി പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ ആദ്യം പോയ സ്ഥലം സെലൂക്കിയ. ഓരോ ടീമിനും കിട്ടിയ പോയിന്റുകൾ: ടീം ഗബ്രിയേൽ 20 പോയിന്റ്സ്, ടീം മിഖായേൽ 30 പോയിന്റ്സ്, ടീം റാഫേൽ 20 പോയിന്റ്സ്. ടീം ഗബ്രിയേലും ടീം റാഫേലും 20 പോയിന്റുകളും ടീം മിഖായേൽ 30 പോയിന്റുകളും കരസ്ഥമാക്കിയിരിക്കുന്നു. ഇപ്പോൾ മുഴുവൻ സ്കോറുകളും നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇനി ഈ കൂട്ടത്തിൽ നിന്ന് അടുത്ത ഫൈനൽ റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രഖ്യാപിക്കുവാൻ എളുപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കിയ 2 ടീമുകൾ ഫൈനൽ റൗണ്ടിൽ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കുന്നതാണ്. 3ാം സ്ഥാനത്തെത്തിയ ടീം തീർച്ചയായും ഏത് ടീമാണ് എന്നിനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. സ്കോറിലേക്ക്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ സെമി ഫൈനലിലെ അവസാന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ഇന്നൊരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് 2 ടീമുകൾ കൂടി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 191 പോയിന്റുമായി ടീം മിഖായേൽ. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം ഗബ്രിയേൽ. അവർ നേടിയിരിക്കുന്നത് 141.5 പോയിന്റ്സ്. 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ടീം റാഫേൽ. അവരുടെ പോയിന്റ് 115. കൂടരഞ്ഞി ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം മിഖായേലും സപ്പോർട്ടിംഗ് ടീമും 191 പോയിന്റുകൾ, ഡബിൾ സെഞ്ചുറിക്ക് തൊട്ടടുത്ത പോയിന്റുകൾ നേടി വലിയ വിജയത്തോടുകൂടി ഫൈനൽ റൗണ്ടിലേക്കുള്ള ടിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. ടീം മിഖായേലിനെയും സപ്പോർട്ടിംഗ് ടീമിനെയും നിങ്ങളുടെ ഇടവക കൂടരഞ്ഞി ഇടവകയും ഏറ്റവും ഹൃദ്യമായി ഷാലോം ടിവിയുടെ പേരിലും താമരശ്ശേരി രൂപത മാതൃവേദിയുടെ പേരിലും അഭിനന്ദിക്കുന്നു. കൺഗ്രാജുലേഷൻ. ടീം ഗബ്രിയേൽ 141.5 പോയിന്റുകൾ നേടിക്കൊണ്ട് തിരുവമ്പാടി ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം ഗബ്രിയേലും സപ്പോർട്ടിംഗ് ടീമും മികച്ച പോയിന്റുകളോടുകൂടിയാണ് അടുത്ത റൗണ്ടിലേക്ക്, ഫൈനൽ റൗണ്ടിലേക്ക് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. ടീം ഗബ്രിയേലിനും സപ്പോർട്ടിംഗ് ടീമിനും തിരുവമ്പാടി ഫൊറോന ഇടവകയ്ക്കും ഏവരുടെയും പേരിൽ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ മികച്ച പോയിന്റോടുകൂടി തന്നെയാണ് നിങ്ങൾ അവസാന റൗണ്ട് വരെ പോരാടിയിട്ടുള്ളത്. ഇത് ഇപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്ന മത്സരം 5ാം റൗണ്ടാണ്. 60-ൽ നിന്ന് 6 പേരിലേക്കുള്ള ദൂരം ചെറിയ ദൂരമല്ല, വലിയ ദൂരമാണ് നിങ്ങൾ വിജയകരമായി താണ്ടിയത്. കണ്ണോത്ത് ഇടവകയെ പ്രതിനിധീകരിക്കുന്ന ടീം റാഫേൽ സപ്പോർട്ടിംഗ് ടീം, നിങ്ങൾ വലിയ അഭിനന്ദനം അർഹിക്കുന്ന ടീമാണ്. എല്ലാ മത്സരത്തിലും തീർച്ചയായും വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ടീം റാഫേൽ അത് എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ടീം റാഫേലിന് ഷാലോം ടെലിവിഷൻ്റെയും താമരശ്ശേരി രൂപത മാതൃവേദിയുടെയും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് ടീമിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ആദരപൂർവ്വം നേരുന്നു. ടീം റാഫേലിന് ഷാലോം ടെലിവിഷൻ നൽകുന്ന മെമന്റോയുണ്ട്, സമ്മാനമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്കുള്ളതാണ്. എന്നാൽ മെമന്റോ നിങ്ങളുടെ വിജയത്തെ എന്നും സൂചിപ്പിക്കുവാനായി നിങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ ഓഫീസിൽ സൂക്ഷിക്കുക. സമ്മാനങ്ങൾ സ്വീകരിക്കുവാനായി ടീമിനെ സാദരം ക്ഷണിക്കുന്നു. വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവി
ശേഷവയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മതേഴ്സ് ബൈബിൾ ക്വിസ്. 60 ടീമുകളുമായി ആരംഭിച്ച ഈ യാത്ര വളർന്ന് ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ടീമുകൾ കുറഞ്ഞപ്പോൾ ഒരിക്കലും അവിടെ മത്സരം കുറയുകയായിരുന്നില്ല. 60-ൽ നിന്ന് 6-ലേക്കുള്ള സെമി ഫൈനലിലും ഇനി 4-ലേക്കുള്ള ഫൈനൽ റൗണ്ട്. ഞാൻ നിങ്ങളെ ഇനി ക്ഷണിക്കുന്നത് ഫൈനൽ റൗണ്ടിലേക്കാണ്. ഇതുവരെയും ഓരോ എപ്പിസോഡും അവസാനിച്ചിരുന്നത് അടുത്ത തവണ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. വരുന്ന ആഴ്ച പുതിയ എപ്പിസോഡ് എന്ന് പറയുന്നില്ല, ഗ്രാൻഡ് ഫിനാലയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ. ഗുഡ് ബൈ. പെനുവേൽ മദേഴ്സ് ബൈബിൾ ഗിസിന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടീം തിരുവമ്പാടി, ടീം കുന്നമംഗലം, ടീം കൂടരഞ്ഞി, ടീം മുക്കം. ഒന്നാം സ്ഥാനം ഏത് ടീമിന് എന്നത് ഇപ്പോഴും പ്രവചിക്കാനാവാത്ത കാര്യമാണ്. ഈ തീർത്ഥയാത്രയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്